നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മസാല ചായ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മസാല ചായ തയ്യാറാക്കാം എന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാല പൊടിച്ചെടുക്കണം. മസാല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അളവിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഒരു ഏലക്ക, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു, അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും വേണ്ട കേട്ടോ, ഇതിൻ്റെ ഒരു പകുതി കഷ്ണം മതിയാവും. പട്ട, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇഞ്ചി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ഈ ഒരു അളവിലേ ചേർക്കാറുള്ളൂ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ മസാല ചായക്ക് ഒരുപാട് ഓവറായിട്ട് അങ്ങ് കുത്തു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു അളവ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായി വാഷ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് ചതച്ച് കൊണ്ടുവരാം ഞാൻ. ഓക്കെ, നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അതൊരു ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 3/4 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. 3/4 ഗ്ലാസ് പച്ചവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. നന്നായി അടച്ച് വെച്ചിട്ട് അങ്ങ് തിളപ്പിക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ബാഗും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചായപ്പൊടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ലിപ്റ്റൻ്റെ ചായപ്പൊടി. നമ്മുടെ മസാല ചേർത്തിട്ടുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി നിങ്ങൾക്ക് ഇതിൻ്റെ കടുപ്പനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. മസാല ചായ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കടുപ്പമുള്ള ചായ ആയിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് കടുപ്പം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ 2 ടീസ്പൂൺ ചായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളക്കട്ടെ. ചായയിൽ നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലും വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചായയുടെ കടുപ്പം നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും നല്ല തിളച്ച പാലാണ് ഒഴിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പാലും ഒഴിക്കാവുന്നതേ ഉള്ളൂ. പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് പാൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ചായ ഉണ്ടാക്കും. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. നിങ്ങളുടെ അടുത്ത് സ്കിംഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് പാട മാറ്റിയിട്ടുള്ള പാലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് പകരമായിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. 1.5 ഗ്ലാസ്സൊക്കെ പാൽ ഒഴിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചൂട് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ മധുരം ചേർക്കാൻ പോവുകയാണ്. അത് ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതും നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആ മസാല നമ്മുടെ ചായയിലോട്ട് ഇറങ്ങുള്ളൂ. മാത്രമല്ല നന്നായിട്ടൊരു യോജിപ്പ് വരികയും വേണം ചായക്ക്. നല്ലൊരു വാസന വരാൻ തുടങ്ങും. വാസന നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഏലക്കായും കൂടെ അങ്ങ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതിലോട്ട്. അങ്ങനെ ഏലക്കായുടെ വാസന എനിക്ക് കുറവ് പോലെ തോന്നി. അപ്പോൾ 2 ഏലക്കായ എടുക്കണം. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അരിച്ചതിന് ശേഷം നന്നായി ആറ്റിയെടുക്കണം. നന്നായിട്ട് ആറ്റണം. നന്നായി ആറ്റിയാലാണ് ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. ഓക്കെ, നമുക്ക് ഗ്ലാസ്സിലോട്ട് പകർത്താം. പകുതി ഒഴിച്ചാൽ മതി ഗ്ലാസ്സിൽ. 2 ഹാഫ് ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, കറക്റ്റ് മസാലയുണ്ട് കേട്ടോ. ഒന്നും ഓവറായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബേസിക്കായിട്ട് ഇതാണ് ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.